സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അരളിപ്പൂവ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്, വിദേശത്തേക്ക് പോകുവാനായി യാത്ര തിരിച്ച ഒരു പെൺകുട്ടി ഒരു അരളിയുടെ പൂവ് വായിലിട്ട് ചവയ്ക്കുകയും കൊല്ലത്ത് നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം നിരന്തരമായ ഛർദിൽ ഉണ്ടാകുകയും അവസാനം എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് ആ ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ആ കുട്ടി ഒരു പൂവ് വായിലിട്ട് ചവച്ചിരുന്നു എന്നുള്ളതാണ്. അരളിയുടെ പുഷ്പം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അതിലൂടെ നമ്മളിലേക്ക് വിരളിച്ചുകൊണ്ടുവന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൊതുവെ, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ പല പൂജകൾക്കും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് അരളി. കാരണം കേരളത്തിൻ്റെ പുറത്തു നിന്ന് ഇത് ധാരാളമായിട്ട് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് അരളിപ്പൂവ് ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് ഒരു ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു കുറ്റിച്ചെടി, വിഷമായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് അരളി. അത് കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കാലാവസ്ഥയിലും ഈ അരളി നന്നായിട്ട് പൂക്കുകയും ചുവപ്പ്, മഞ്ഞ, വെളുപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്ന ഒരു വിഷച്ചെടിയായിട്ടാണ് അരളിയെ കരുതിപ്പോരുന്നത്. കരവീര പുഷ്പമെന്നും മറ്റും സംസ്കൃതത്തിൽ അറിയുന്ന അരളി, അതിൻ്റെ വേര് തൊട്ട് പുഷ്പം വരെയുള്ള ഭാഗങ്ങളിൽ മാരകമായ വിഷം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ അരളിയുടെ പുഷ്പം അല്ലെങ്കിൽ അരളിയെ കുറിച്ചിട്ട് വളരെ പറയുന്നത് വളരെ ചെറിയ തോതിൽ മാത്രം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹൃദയഭിത്തികളുടെ വികാസത്തിനും ശ്വാസകോശത്തിന്റെ വികാസത്തിനും വളരെ ചെറിയ തോതിൽ ഈ അരളിയുടെ ഔഷധം ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അത് വളരെ നല്ല രീതിയിൽ ആ അരളിയുടെ ആ ഒരു ആയുർവേദത്തെ അല്ലെങ്കിൽ അതിനെ സ്ഫുടം ചെയ്തെടുത്തതിന് ശേഷമാണ് ആ അരളി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അരളിയുടെ ഇത്തരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ നേരിട്ട് അരളിയുടെ ഏതെങ്കിലും ഭാഗം, വേര്, കായ്, തണ്ട്, ഏതെങ്കിലും ഭാഗം നമ്മുടെ ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മാരകമായ ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് സസ്യശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് പെട്ടെന്നൊരു മരണം സംഭവിക്കില്ല എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹത്തെ വളരെ മാരകമായിട്ട് അത് മാറ്റുകയും അത് ബാധിക്കുകയും തുടർന്ന് മരണത്തിലേക്ക് എത്തുന്നുള്ള സാഹചര്യം ഉണ്ടാകും ചെയ്യും എന്നുള്ളതാണ് സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അരളിയിലുള്ള വിഷത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സംസ്കൃതത്തിൽ ഇത് അശ്വമാരകം എന്നൊരു പേര് കൂടി ഉണ്ട്. അതായത് കുതിരകൾ ഇത് കഴിക്കുമ്പോൾ മരണപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇതിന് അശ്വമാരകം എന്നൊരു പേര് കൂടെ കൊടുത്തിട്ടുള്ളതെന്ന് കരുതിപ്പോരുന്നു. നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് സാധാരണയായി പൂജകൾക്ക് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വിഷലിപ്തമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അരളിപ്പൂവിനെ കുറിച്ച് പറയേണ്ടത്. അപ്പം അരളിപ്പൂവ് പലപ്പോഴും നമ്മുടെ തീർത്ഥങ്ങളിൽ വരാം, പായസങ്ങളിലും മറ്റു നിവേദ്യങ്ങളിലും പൂജയുടെ ഭാഗമായി അരളിപ്പൂവ് ഇട്ടിരിക്കാം. കുറച്ചു നേരം എന്തായാലും അത് ഭക്തജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതിൻ്റെ ആ ഒരു ഇടവേള സമയത്ത് അരളിപ്പൂവ് കുറേ നേരം ഈ ചൂടുള്ള പാൽപ്പായസത്തിലോ അതുപോലെ കടുംപായസത്തിലോ തീർത്ഥത്തിലോ ഒക്കെ ഈ അരളിപ്പൂവ് കിടക്കുകയും ആ അരളിപ്പൂവിൻ്റെ വിഷാംശം ഇതിലേക്ക് വ്യാപിക്കുകയും തുടർന്ന് ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയ തോതിൽ പോലും ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഛർദിലും വയറിളക്കവും ശ്വാസമുട്ടും ഹൈപ്പർ ടെൻഷനും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ഹൃദയത്തിൻ്റെ ചലനം നിലച്ചു പോവുകയും ഹൃദയപേശികൾ സങ്കോചിക്കുകയും അങ്ങനെ മരണത്തിലേക്ക് ഇതിനെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളുടെ അറിവിൽപ്പെട്ട ക്ഷേത്രങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിനെ വിലക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതുമല്ലെങ്കിൽ നമ്മൾ ഈ അരളിപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങൾ കഴിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തരുന്ന തീർത്ഥങ്ങളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ തീർത്ഥം സേവിക്കുന്ന സമയത്ത് ആ കിണ്ടിയുടെയോ അല്ലെങ്കിൽ ഉള്ളിൽ ഈ അരളിപ്പൂവ് പൂജയുടെ ഭാഗമായി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തീർത്ഥം സേവിക്കുന്ന ആളുകൾക്ക് മരണം പോലും സംഭവിക്കാം. ഇത് പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇത്തരം മാരകമായിട്ടുള്ളവയാണ്. അതിനൊന്നാണ് അവിടെ ഉപയോഗിക്കുന്ന വിളക്കെണ്ണ. പലപ്പോഴും വളരെ വില കുറഞ്ഞ വിളക്കെണ്ണകൾ ഉപയോഗിക്കുന്നത് കൊണ്ട്
അത് വളരെ മലിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുക. ഭഗവാന് കൊടുക്കുന്നതെല്ലാം വളരെ വളരെ ശുദ്ധമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റീഫൈൻ ചെയ്തിട്ടുള്ള വിളക്കെണ്ണകൾ വില കുറഞ്ഞ തോതിൽ കിട്ടി അതെല്ലാം കൊടുക്കുന്നത് കൊണ്ട് മാരകമായ ശ്വാസം മുട്ടലുകൾ അത്തരം പൂജാരിമാർക്കും മറ്റുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അവിടെ കത്തിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇപ്പം ചന്ദനത്തിരി കത്തിക്കാറില്ല. വടക്കേ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ചന്ദനത്തിരി കത്തിക്കുന്ന പൊതു സ്ഥലങ്ങളാണ്, പുറമെയാണ്. അല്ലാതെ ശ്രീകോവിലിന്റെ ഉള്ളിലോ മറ്റോ ചന്ദനത്തിരി അവർ കത്തിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കർപ്പൂരങ്ങളും വളരെ മാലിന്യമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പുക കാർബൺ അടങ്ങിയിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഭഗവാന് കൊടുക്കുന്ന പല പൂജാദ്രവ്യങ്ങളും നമ്മുടെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഇത്തരം മലിനമായതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ വസ്തുക്കൾ മലിനമാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ ഒരു ഫലവും മലിനം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന സാധനങ്ങൾക്ക്, അതായത് പൂക്കൾ മുതൽ കർപ്പൂരം എണ്ണ വരെയുള്ള കാര്യങ്ങൾ, അരി, അതുപോലെ ശർക്കര, പഞ്ചസാര, നെയ്യ്, പാല് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായും ശുദ്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഈ അരളിപ്പൂവ് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ന് ക്ഷേത്ര വസ്തുക്കൾ നിരന്തരമായി കൈയേറി പോവുകയും പൂക്കളൊന്നും അവിടെ വച്ചുപിടിപ്പിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ ഇന്ന് കടകളിൽ നിന്ന് കിട്ടുന്ന ഇത്തരം മാരകമായിട്ടുള്ള പൂക്കളാണ് പലപ്പോഴും വളരെ എളുപ്പം ലഭ്യമാവുന്നത് കൊണ്ട് ഈ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരം പൂക്കൾ കൊണ്ട് പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്ഥങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹവിസുകളായിട്ടുള്ള എന്തെങ്കിലുമോ അവിടുത്തെ നിവേദ്യങ്ങളോ നിങ്ങളോ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കൊടുക്കാനോ ഒന്നും തയ്യാറാകാതിരിക്കുക. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭാരവാഹികളെയും അവിടുത്തെ പുരോഹിതനെയും ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക. ഒരു കാരണവശാലും അരളിപ്പൂവ് ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം, കാരണം അതത്ര വിഷലിപ്തമായൊരു സത്യമായതുകൊണ്ട് തന്നെ അത് ഭഗവാൻ ഒരിക്കലും പൂജിക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായിട്ടുള്ള പുഷ്പങ്ങളിൽ ഒന്നാണ്. അത് നമ്മളും പൂജയ്ക്ക് ഉപയോഗിക്കരുത്, പൂജയ്ക്ക് സമർപ്പിക്കരുത്. അത്തരം പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് അവയെ വിലക്കുകയും ആ നിവേദ്യങ്ങൾ മറ്റൊന്നും വാങ്ങി കഴിക്കാതിരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങളിത് കൈമാറണം, ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.